കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? പണ്ട് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിക്ക് രാജഭരണത്തിൽ തന്നെ സഹായിക്കാൻ നല്ല ബുദ്ധിയുള്ള ഒരു മന്ത്രിയെ വേണമെന്ന് വലിയൊരാഗ്രഹമുണ്ടായി. പക്ഷേ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നത്. നൂലിൽ കോർത്ത തന്റെ പവിഴമാല പൊട്ടിയിരിക്കുകയാണല്ലോ. കൊട്ടാരത്തിലുള്ള പലരും ശ്രമിച്ചെങ്കിലും നൂൽ കോർക്കാൻ സാധിച്ചിരുന്നില്ല. രാജാവ് വേഗം തന്നെ തന്റെ വില കൂടിയ പവിഴമുത്തുകൾ കോർത്ത പൊട്ടിയ ആ പവിഴമാല എടുത്തുകൊണ്ടുവന്ന് രാജസദസ്സിലുള്ളവരോടായി പറഞ്ഞു: പ്രിയമുള്ളവരെ, നമുക്ക് ബുദ്ധിമാനായ ഒരു മന്ത്രിയെ ഈ രാജസദസ്സിലേക്ക് ആവശ്യമുണ്ട്. ദാ ഈ പൊട്ടിപ്പോയിരിക്കുന്ന പവിഴമാല കോർത്തു കിട്ടാൻ സാധിക്കുന്ന ആളായിരിക്കും നമ്മുടെ മന്ത്രി. മത്സരത്തിൽ ആർക്കു വേണമെങ്കിലും പങ്കെടുക്കാം. ദാ മത്സരം ആരംഭിക്കുകയാണ്. മണ്ടത്തരം! ഈ രാജാവ് ഒരു മണ്ടനാണോ? ഒരു പവിഴമാല കോർത്തൻ മന്ത്രിയാക്കുമെന്നോ? എങ്കിൽ ഒന്ന് പരീക്ഷിച്ചത് തന്നെ. വിചാരിക്കുന്നവരെ എളുപ്പമല്ല കാര്യങ്ങൾ. ഈ മുത്തിന്റെ ദ്വാരം എന്ത് ചെറുതാ! ഈ മുത്തിന്റെ ഉള്ളിൽ പൊട്ടിയ നൂല് കുടുങ്ങിയിട്ടുണ്ട്. ഈ മുത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ നൂൽ പുറത്തെടുത്താൽ മാത്രമേ പുതിയ നൂൽ കോർക്കാൻ പറ്റൂ. എല്ലാവരും പരീക്ഷണം നടത്തി തോറ്റ് പിന്മാറിയപ്പോഴാണ് അതിബുദ്ധിമാനായ ഒരു കുഞ്ഞു ബാലൻ ക്രിസ്റ്റഫർ ഈ വിവരം അറിഞ്ഞത്. അവൻ അമ്മയോട് അനുവാദം ചോദിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനായി കൊട്ടാരത്തിലെത്തി. മത്സരത്തിൽ പങ്കെടുക്കാൻ ഇത്ര ചെറിയ കുട്ടി വന്നിരിക്കുന്നത് കണ്ട് മറ്റുള്ളവരെല്ലാം ഉറക്കെ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. ബുദ്ധിമാനായ ക്രിസ്റ്റഫർ പവിഴമുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. മുത്തിന്റെ ഉള്ളിലെ തടസ്സം നീക്കണം. ഈ ചെറിയ ദ്വാരത്തിലൂടെ നൂൽ കടത്തുകയും വേണം. സൂചി കയറുകയുമില്ല. ക്രിസ്റ്റഫർ ആലോചനയിൽ മുഴുകി. എന്നിട്ട് അവൻ കൊട്ടാരത്തിൽ നിന്ന് അല്പം തേനെടുത്തുകൊണ്ടുവന്നു. ആ പവിഴമുത്ത് തേനിലിട്ടു. എന്നിട്ട് ആ മുത്ത് ഉറുമ്പുകളുടെ ഒരു ചെറിയ ദ്വാരത്തിനരികെ കൊണ്ടുവച്ചു. മുത്തിന്റെ ഒരു വശം ഉറുമ്പിൻകൂടിന് ചേർത്ത് വെച്ചു. മറുവശത്തോട് ചേർന്ന് തേൻ മുക്കിയ ഒരു നൂലിന്റെ അറ്റവും മുട്ടിച്ചു വെച്ചു. മുത്തിൽ പൊതിഞ്ഞിരുന്ന തേൻ മണത്ത് ദ്വാരത്തിലെ ഉറുമ്പുകൾ പുറത്തേക്ക് വന്നു. മുത്തിന് പുറത്തുണ്ടായിരുന്ന തേനൊക്കെ അവ വലിച്ചു കുടിച്ചു. പിന്നീട് ദ്വാരത്തിൽ തങ്ങിയിരുന്ന നൂലിലെ തേൻ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അതോടൊപ്പം നൂലും അവ തിന്നു തീർത്തു. മുത്തിന്റെ ദ്വാരത്തിലൂടെ മറുവശത്തെത്തിയ ഉറുമ്പുകൾ അവിടെ തേനിൽ കുതിർത്ത നൂലിന്റെ അറ്റം കണ്ടു. ഉറുമ്പുകൾ നൂൽ കടിച്ചു വലിച്ചു. മുത്തിന്റെ ദ്വാരത്തിലൂടെ ഉറുമ്പുകളുടെ ദ്വാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നൂൽ മുത്തിന്റെ ഉള്ളിലൂടെ കടന്ന് മറുപുറത്ത് വന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. ക്രിസ്റ്റഫറിന്റെ അസാമാന്യ ബുദ്ധിയിൽ രാജാവും രാജകുടുംബാംഗങ്ങളും അതിശയിച്ചു. അവനെ അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി നിയമിച്ചു. കൂട്ടുകാരെ, നാം പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രായോഗിക ബുദ്ധി കൂടി വളർത്തിയെടുക്കണം കേട്ടോ. എന്നാലേ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കൂ. Hello friends, if you like our videos, please subscribe to our channel.